പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. ആയിരിക്കുന്ന മനുഷ്യനില്ലേ മായേ, ഈ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു വാക്കുകൊണ്ട് പോലും ഗായത്രിയോ മക്കളെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല. എല്ലാരും പറഞ്ഞ് എനിക്കറിയാം മാമി, ആ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്ന വിഷമേ ഉള്ളൂ. അതേ മായേ, അതൊരു ഭാഗ്യം തന്നെയാ. ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുപഠിക്കേണ്ട ആള് തന്നെയായിരുന്നു ഗായത്രിയുടെ ഭർത്താവ്. അതുകൊണ്ടല്ലേ മാമി ഓരോ നിമിഷവും ആ അച്ഛന്റെ മകള് അച്ഛനെ ഓർമ്മിക്കുന്നത്. ആ, അതിനും വേണം മായ ഒരു ഭാഗ്യം. ദീർഘായുസിലൊന്നും ഒരു കാര്യവുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നല്ലവനായിട്ട് ജീവിക്കണം. അപ്പൊ എന്നും ഓർക്കും. എടുത്തേ മോളെ, അയ്യോ എന്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. നീ ഞങ്ങളെല്ലാരും കരയിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. ഗായത്രി അവളെ തിരിച്ചു കിട്ടിയില്ലേ? സമാധാനമായി. നിന്നെ വല്ലാതെ ഉപദ്രവിച്ചോ? ഇല്ല ചേച്ചി. പോട്ടെ ഭാനു, നീ ഇങ്ങ് തിരികെ എത്തിയല്ലോ, എനിക്കത് തന്നെ വലിയ ആശ്വാസം. മോളെ സാരമില്ല. ഭാവനെ ജയനിർമ്മല കൊണ്ടുപോയല്ലേ? അതെ എടുത്തേ, ഇനി അവൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഭാവന തന്നെയാ അങ്ങനെ ഒരു സാഹചര്യം ആ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുത്തത്. നിന്നെ കാണാൻ വേണ്ടി വന്നതില് ആ ഗർഭിണി പെൺകുട്ടിയെ അവൻ ചതിച്ചതാണല്ലേ? അതെ മാമിജി, അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ പോയത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി അതൊന്നും നീ ഓർക്കണ്ട മോളെ. നിന്റെ കണ്ടകശനി ഇതോടുകൂടി മാറിയെന്ന് കരുതിയാ മതി. ഭാനു വാ, മോൾ ഇനി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാ മതി. ഇതെല്ലാം മറന്നു തുടങ്ങുമ്പോ ഞങ്ങൾ തന്നെ നിനക്ക് നല്ലൊരു ബന്ധം കണ്ടുപിടിച്ചു തരാം. എന്നിട്ട് നല്ല ആർഭാടമായിട്ട് തന്നെ നിന്റെ കല്യാണവും നടത്തും. സേതോട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇപ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായെ. അത്രമാത്രം പേടിച്ച് ഞാൻ ഇതുവരെ നടന്നിരുന്നത്. സേതു വാ, ഇപ്പൊ എല്ലാം മാറിയില്ലേടാ. ഭാവന ഇങ്ങോട്ട് വരാതെ പോയതിൽ നിനക്ക് വിഷമമുണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവളുടെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്. അതേടാ, അങ്ങനെ ചിന്തിക്ക്. അമ്മ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ. മോളെ, ഞാനൊരു കാപ്പി ഉണ്ടാക്കി തരാം, അത് കുടിച്ചിട്ട് മോള് കിടന്നു. നന്ദന മോള് ജനിക്കുന്നത് വരെ മായയുടെ മോളെപ്പോലെ തന്നെയായിരുന്നു ഭാനു. മായയുടെ മാത്രമല്ല അമ്മേ, എന്റെയും. ഓ കണ്ടോ, അവന് ഫീൽ ചെയ്തു. ശരി, നിന്റെ മോള് പോരെ? ഞാനിപ്പോ ഒരാട്ടത്തെ